യൂത്ത് കോൺഗ്രസിന്റെ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ വ്യാപകാക്രമണം, വടികളും കല്ലുകളും പട്ടിക കഷ്ണങ്ങളുമായി പോലീസിനെ ആക്രമിച്ച പ്രവർത്തകർ. പിന്നീട് CPIM പീരുമേട് ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെയും അക്രമം അഴിച്ചുവിട്ടു. വണ്ടിപ്പെരിയാർ പീഡനക്കേസിലെ പ്രതിയെ കോടതി വെറുതെ വിട്ടതിനെതിരെയാണ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ എണ്ണത്തേക്കാൾ കൂടുതൽ പോലീസ് സ്ഥലത്തുണ്ടായിട്ടും പോലീസ് പരമാവധി സംയമനം പാലിക്കുകയാണ് ചെയ്തത്. പക്ഷേ ആക്രമണം നടത്താൻ തന്നെ തീരുമാനിച്ചു വന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കമ്പുകളും കല്ലുകളും പട്ടിക കഷ്ണങ്ങളുമായി പോലീസിനെ ആക്രമിച്ചു. കൊട്ടാരക്കര ദിണ്ടിഗൽ ദേശീയപാതയിൽ മണിക്കൂറുകളാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. ഇതിനിടെ വണ്ടിപ്പെരിയാറുള്ള CPIM പീരുമേട് ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടു. വളരെ സമാധാനത്തോടു കൂടി ഓഫീസിലുണ്ടായിരുന്ന ഞങ്ങളുടെ പ്രവർത്തകരെയാണ് യൂത്ത് കോൺഗ്രസുകാരും ആക്രമിച്ചത്. ഈ കോൺഗ്രസിന്റെ നേതാക്കൾ വളരെ മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് കരുതി കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഇന്നത്തെ ആ യൂത്ത് കോൺഗ്രസ് മാർച്ച് നടന്നത്. ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് MK മോഹനൻ, റെനിൽ മാത്യു, ഓട്ടോ ടാക്സി യൂണിയന്റെ ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് വിനോദ്, ബിജു അടക്കമുള്ള പ്രവർത്തകരെ വളരെ ഭീകരമായിട്ടാണ് ഇവർ മർദ്ദിച്ചത്. ശക്തമായ പ്രതിഷേധവുമായി നൂറുകണക്കിന് CPIM പ്രവർത്തകർ എത്തിച്ചേർന്നെങ്കിലും നേതാക്കളുടെ സംയോജിതമായ ഇടപെടലിലൂടെയാണ് വൻ സംഘർഷം ഒഴിവായത്. രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള പ്രവർത്തകർക്കെതിരെ വണ്ടിപ്പെരിയാർ പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൈരളി ന്യൂസ്.